സമൂഹമാധ്യമത്തിൽ അപകീർത്തിപ്പെടുത്തുന്ന വീഡിയോ പങ്കുവച്ചതിനെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയതിൽ പ്രതി ഷിംജിതയുടെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. ഷിംജിതയുടെ മൊബൈൽ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടെ ലഭിക്കാനുണ്ടെന്നും ജാമ്യം അനുവദിച്ചാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നുമാണ് പ്രോസിക്യൂഷന്റെ വാദം. അർജുൻ കല്യാട് നൽകും വിശദാംശങ്ങൾ. അർജുൻ, ഈ പറഞ്ഞ പോലെ പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങളുണ്ട്. അത് പരിഗണിച്ച് എത്രത്തോളം സാധ്യതയുണ്ട് ഷിംജിതയ്ക്ക് ജാമ്യം ലഭിക്കാനായി? കീർത്തന, ശ്രുതി, ഗുഡ് മോർണിംഗ്. എന്തായാലും ഷിംജിതയുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് ജില്ലാ സെഷൻസ് കോടതി വിധി പറയുകയാണ്. സ്വാഭാവികമായും നേരത്തെ തന്നെ ഷിംജിതയുടെ അഭിഭാഷകരെല്ലാം കോടതിയിൽ വാദിച്ചിരുന്നത് ഇത്തരമൊരു അപകീർത്തികരമായ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച് അല്ലെങ്കിൽ ദീപകിനെ ഏതെങ്കിലും തരത്തിൽ മോശപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശം അവർക്കുണ്ടായിരുന്നില്ല. ഏറ്റവും പ്രധാനമായി ഇങ്ങനെയൊരു ലൈംഗിക അതിക്രമം ബസ്സിൽ വെച്ച് നടന്നു എന്നുള്ളത് വാദം തന്നെയാണ് അവർ മുന്നോട്ട് വെച്ചിരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൊബൈലിൻ്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടെ ലഭിക്കാനുണ്ട്. പോലീസ് എന്തായാലും ഈ ജാമ്യാപേക്ഷയെ ശക്തമായ രീതിയിൽ തന്നെ പ്രോസിക്യൂഷന് കോടതിയിലും എതിർക്കാൻ തന്നെയാണ് സാധ്യത. അവർ പറയുന്നത് ഈ മൊബൈലിലെ ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ചതിന് ശേഷം മാത്രമേ ഇതിനകത്തൊരു അന്തിമ വിധി ഉണ്ടാവാൻ വേണ്ടി പാടുള്ളൂ എന്നൊരു ആവശ്യം എന്തായാലും പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കും. കാരണം പ്രധാനമായിട്ടുള്ള തെളിവുകളെല്ലാം ലഭിക്കേണ്ടത് ഈ മൊബൈൽ ഫോണിൽ നിന്നാണ്. മൊബൈലിലാണ് ഇതിനകത്ത് കൃത്രിമത്വം നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയുണ്ടോ, ഇതിനകത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയൂ എന്നുള്ള വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനു പുറമെ പുറത്തേക്ക് ഇറങ്ങിയാൽ, ജാമ്യം ലഭിച്ച് പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും സാക്ഷികളെ ഉൾപ്പെടെ സ്വാധീനിക്കാനുള്ള തെളിവുകൾ കൂടുതൽ ഏതെങ്കിലും തരത്തിൽ നശിപ്പിക്കാനുള്ള സാധ്യതയൊക്കെ പോലീസ് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കും. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ എന്തായാലും ഈ ജാമ്യാപേക്ഷ ശക്തമായി എതിർക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഇന്ന് ഇപ്പോൾ ഈ കേസ് ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കുകയാണ്. ഷിംജിത നേരത്തെയും ജാമ്യാപേക്ഷ നൽകിയ ഘട്ടത്തിൽ ഇത്തരത്തിൽ ശക്തമായ രീതിയിലുള്ള വാദങ്ങൾ കോടതിയിൽ നടന്നിരുന്നു. ഇന്നും സമാനമായ രീതിയിൽ തന്നെയുള്ള വാദം നടക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ജില്ലാ സെഷൻസ് കോടതി ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിധി പറയും. ആ വിധി വളരെ നിർണായകമാണ്. ഏറ്റവും പ്രധാനമായി ഷിംജിതയ്ക്ക് ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിന് ഷിംജിത തയ്യാറാവുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ കേസ് നടക്കുന്ന ഘട്ടങ്ങളിലൊന്നും തന്നെ ഷിംജിതയുടെ ഭാഗത്തു നിന്നും കാര്യമായ രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ പ്രതികരണങ്ങൾക്ക് ഷിംജിത മുതിർന്നേക്കും. അപ്പോൾ സ്വാഭാവികമായും ഷിംജിതയുടെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഇന്ന് ജില്ലാ സെഷൻസ് കോടതി കേസിൽ വിധി പറയുകയാണ്. പ്രോസിക്യൂഷൻ ശക്തമായ രീതിയിൽ തന്നെ എതിർക്കും. ലൈംഗിക അതിക്രമം നടന്നു എന്നുള്ള വാദം തന്നെയായിരിക്കും ഷിംജിതയുടെ അഭിഭാഷകർ കോടതിയിൽ ഇന്ന് നടത്തുക. ശരി, അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിയത്.